ഗായ്സ് വെൽക്കം ടു ടേസ്റ്റി ബൈറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിത് കുറച്ച് ജലദോഷവും കഫക്കെട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടൊക്കെ കുറച്ച് മാറ്റിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പം നമ്മൾ മാങ്ങക്കാലം തുടങ്ങിയില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടായോ? ഞങ്ങളോടൊക്കെ ഇതാ മാങ്ങയൊക്കെ ഉണ്ടായി ഇപ്പോൾ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം മുന്നെടുത്തുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ ഈ പൂവൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഇക്കാൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാറാട്ടോ. ഉമ്മ എന്താ അച്ചാറിൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൊണ്ട് അച്ചാറിട്ട് നാരങ്ങ, നെല്ലിക്ക അങ്ങനത്തെ എല്ലാം കൂടെ അച്ചാറുണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു 15 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള 15 മാങ്ങ. ഞാനും മന പരിയാൻ കൂടി മാങ്ങ. അപ്പം ഉമ്മ കുറച്ച് എറ്റിന് ഞാൻ എറിഞ്ഞോടെ നമ്മൾ ചെറുത്തിട്ട് ദുവാൻ്റെ കൈയും കാലൊക്കെ ഉണ്ടാവും മേടിക്കും. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഓള് താഴെ ഇരിക്കൂല. അപ്പോൾ ഓളെ അമ്മ അരിണേൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാട്ടോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ മാങ്ങ അരിണേന് മുന്നിൽ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് നമ്മളൊരു നനവില്ലാത്ത തുണിയും കൊണ്ട് ഫുൾ തുടച്ച് ഈ നനവൊക്കെ കളഞ്ഞിട്ട് വേണ്ടിട്ട് നമ്മൾ ഈ അരിയാൻ. ഇനിയിപ്പോൾ എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മാങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരു പിടി കല്ലുപ്പ് നമുക്ക് വിതറി കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. നമുക്ക് കല്ലുപ്പിൻ്റെ അളവ് അറിയില്ലെങ്കിൽ പൊടിയുപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതിട്ടാവും. ഇനി നമുക്ക് അതിൽ ഇട്ടുകൊണ്ട് അടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്കൊരു 6 മണിക്കൂർ വെക്കാം. കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാത്രി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നല്ലത്, ഓവർനൈറ്റ് വെക്കാൻ നല്ലത്. ഇനി നമുക്ക് ഈ പിക്കിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ഒരു 5 അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി ഒരു 10-15. നമുക്ക് വെളുത്തുള്ളിന് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടോളി. അതിൽ 10-15 എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസിൽ 1 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരം മുന്നേ മാറ്റി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതിന് വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ആ വെള്ളം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആ വെള്ളം കളയേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഒലിവിയും കടുകും വറുത്ത് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവി, 1 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് പൗഡറാക്കി എടുക്കാം. നമ്മൾ അടുപ്പത്തോട്ട് ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഒലിവി ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉലുവയും കടുകും പൊടിച്ചത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് കുറച്ചേണ്ട ആവശ്യമുണ്ട്. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മാങ്ങയുടെ വെള്ളമല്ലേ ആ ഫുള്ളായി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആക്കുക. പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വിനെഗർ ഒഴിച്ചത്, പിന്നെ ഒരു 1/4 ഭാഗം വെല്ലത്തിൻ്റെ അച്ചൂട്ടാണ് അടിപൊളി ടേസ്റ്റ് ഇരിക്കും കേട്ടോ. അപ്പോൾ മധുരം എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും. പിന്നെ ഈ വിനെഗർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ കുറേ ദിവസത്തിനാണെങ്കിൽ മാത്രം വിനെഗർ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏത് അച്ചാറാണെങ്കിലും കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നല്ലെണ്ണയും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കൊള്ളൂ. അപ്പോൾ വേഗം കേടൊന്നും വരില്ല കേട്ടോ. നമ്മൾ സാധാ വെളിച്ചെണ്ണേനെക്കാട്ടും ഒന്നുകൂടി നല്ലത് നമ്മൾ നല്ലെണ്ണ കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കറികളൊക്കെ ഇട്ട ശേഷം നമ്മൾ വിനെഗർ ഒഴിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുള്ളൂ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാങ്ങ അതിലോട്ട് കുറച്ചായിട്ട് ഇട്ടോ. നമ്മൾ മാങ്ങ ഓവർനൈറ്റ് ഉപ്പിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് ഉപ്പിട്ടാൽ മതിട്ടോ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. മാങ്ങ ഇട്ടോട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അടിയത്തെ മിക്സൊക്കെ ഒന്ന് മേലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അധികം നേരം വേവിക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉലുവയും കടുകും പൊടിച്ചത് ബാക്കി ഉണ്ടാകുന്നില്ല, അതിന് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഫൈനലി കുറച്ച് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടാൽ നമ്മുടെ അച്ചാർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് 2 ഡേയ്സ് കഴിഞ്ഞ് കഴിച്ചാണ്ട് എൻ്റെ മോനെ അടിപൊളി സാധനം ഈ അച്ചാർ. ചോറിനപ്പോൾ വേറെ കറിയില്ലെങ്കിൽ ചോറിനപ്പോൾ ഈ അച്ചാർ മാത്രം മതി, അത്ര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തത്, നമ്മളപ്പോൾ തന്നെ ചോറിനൊപ്പം കഴിക്കും. കാരണം അച്ചാർ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഴിക്കാനറിയാം. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയ താഴെ ഫീഡ്ബാക്ക് അറിയിക്കല്ലേ, എന്നോടൊന്ന് പറയൂലേ. കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഒപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.